അയ്യപ്പനും കോടതി കയറിയിറങ്ങുന്ന കാലത്ത് നർമ്മത്തിൽ ചാലിച്ച് പ്രിയ കഥാകൃത്ത് കുസുമം പുന്നപ്ര എഴുതിയ ഒരു കഥ കേട്ടാലോ? കഥയുടെ പേര് കട്ടിളപ്പടി. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. വാവരെ കൂട്ടുകാരാ, അത് ആരാ വരുന്നതെന്ന് നോക്കിക്കേ. അയ്യപ്പ 18-ാം പടി ചവിട്ടിക്കേറി വരുന്നത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പപ്പനാവൻ ചേട്ടനല്ലേ? വാവരെ ഇതെന്തു പറ്റി? ഞാനും അതാ ആലോചിക്കുന്നേ. ഈ പാതിരാത്രിയില് വരൂ, നമുക്ക് രണ്ടുപേർക്കും കൂടി 18-ാം പടിയിലേക്ക് നീങ്ങാം. രണ്ടുപേരും ജ്യേഷ്ഠന്റെ അടുത്തേക്ക് ചെന്നു. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശ്രീ പത്മനാഭസ്വാമി പറഞ്ഞു തുടങ്ങി. സഹോദരന്മാരെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? വാവരാണ് സംശയ നിവൃത്തിക്ക് മറുപടി കൊടുത്തത്. അതേ ജ്യേഷ്ഠ, ഇവിടെ പലതും നടന്നു. അയ്യപ്പൻ ചിന്മുദ്രയിൽ ലയിച്ച് ഒരേ ഇരിപ്പല്ലായിരുന്നോ? കണ്ടവരൊക്കെ തോന്നിയ പോലൊക്കെ കാണിച്ചു കൂട്ടി. അതൊക്കെ പോകട്ടെ, ഞാനിപ്പോൾ വന്നത് നമ്മുടെ ഗണേശനോടൊരു സഹായം അഭ്യർത്ഥന നടത്താനാണ്. അയ്യപ്പനും ഗണേശനുമായി നല്ല കൂട്ടാണല്ലോ. എന്താണ് വേണ്ടത്? ചേട്ടൻ പറയൂ. അയ്യപ്പൻ ആകാംക്ഷാപൂർവ്വം ചോദിച്ചു. ത്രിലോകേശ്വരനായ സാക്ഷാൽ ഭൂലോകനാഥനായ ജ്യേഷ്ഠന് എന്ത് സഹായമാണ് വേണ്ടത്? അതായത് അവന്റെ ആ വാഹനമുണ്ടല്ലോ, മൂഷികൻ, അവനെ ഒന്ന് കിട്ടണം. അയ്യപ്പനും അവരും പരസ്പരം അർദ്ധോക്തിയിൽ നോക്കി. ഒരുമിച്ച് ചോദിച്ചു, എന്തിനെന്ന് പറഞ്ഞാലും ജ്യേഷ്ഠൻ എന്താണ് ഒരു മൂഷികനെ കൊണ്ട് ആവശ്യം? യാത്ര പോകുവാനാണെങ്കിൽ ഗരുഡ വാഹനം എവിടെ പോയി? അതുമല്ല, ഗണപതിയെ കൊണ്ടുപോകുന്ന പോലെ അല്ലല്ലോ. അങ്ങയോടൊപ്പം ആ അനന്തനും കാണും. അവനൊന്ന് വാപൊളിച്ചാൽ ആ വാക്യകത്ത് പോകാനേ ഉള്ളൂ ആ മൂഷികൻ. ശ്രീ പത്മനാഭന് ക്ഷമ നശിച്ചു. സ്വാമി കുറിക്കൊള്ളുന്ന ഭാഷയിൽ പറഞ്ഞു, എന്റെ അനുജന്മാരെ, നിങ്ങളുടെ ഊട്ടുതുണി വരെ പറിച്ചുകൊണ്ട് പോയിട്ടും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. എനിക്കൊന്ന് നിലവറയിൽ നോക്കാനാ. താക്കോൽ എന്റെ കയ്യിൽ ഇല്ലല്ലോ. ആ മൂഷികനാണേൽ അവൻ മിടുക്കനാ. അവൻ തുരന്നു കയറിക്കോളും. വല്ലതും നിലവറയിലുണ്ടോ എന്തോ. വെറുതെ പൊള്ളയായ നിലവറയുടെ മുകളിൽ അനന്തശയനം ചെയ്തത് വെറുതെ ആയോ എന്തോ. എനിക്ക് ഇരിപ്പുറയ്ക്കാനാണ് ഞാൻ ആരും കാണാതെ, ആ അനന്തനെയും കാണാതെ ഇങ്ങോട്ട് വന്നത്. 1-2 പവനൊന്നുമല്ല, കിലോ കണക്കിനാ. പാവം ആ രാജകുടുംബക്കാര് കക്കാതെയും മോട്ടിക്കാതെയും നാടിന്റെ സ്വത്ത് യുദ്ധം വന്നപ്പോൾ ബുദ്ധിപൂർവം സൂക്ഷിച്ചു വെച്ചത്. അതവിടെ ഉണ്ടോ അതോ അയ്യപ്പന്റെ കട്ടള ഇളക്കി വിറ്റതുപോലെ അതും പോയോന്നറിയാനാ. പാവം ആ രാജകുടുംബക്കാര് കക്കാതെയും മോട്ടിക്കാതെയും നാടിന്റെ സ്വത്ത് യുദ്ധം വന്നപ്പോൾ ബുദ്ധിപൂർവം സൂക്ഷിച്ചു വെച്ചത് അതവിടെ ഉണ്ടോ അതോ അയ്യപ്പന്റെ കട്ടിള ഇളക്കി വിറ്റതുപോലെ അതും പോയോന്നറിയാനാ അവനെ കൊണ്ട് തുറന്നു നോക്കിക്കുന്നേ. എന്നാലും എന്റെ അയ്യപ്പ, കട്ടള ഇളക്കിക്കൊണ്ടുപോയി ചുരണ്ടിയെടുത്തിട്ട് നീ അറിയാതെ പോയല്ലോ. കഷ്ടം കഷ്ടം. ജ്യേഷ്ഠ, കഷ്ടകാലം നമുക്കും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നല്ല കാലത്ത് അതെല്ലാം തെളിയും. കൊണ്ടുപോയവര് തുള്ളിക്കൊണ്ട് തിരികെ കൊണ്ടുവരും. അവന്റെയൊക്കെ സന്താനനാശമാ വരാൻ പോണേ. നമുക്ക് കാത്തിരുന്ന് കാണാം. ദാ മൂഷികനെത്തി. പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ കൂടെ ഗണേശനുമുണ്ടല്ലോ. അതും നന്നായി. ജ്യേഷ്ഠൻ പോയി അവനെ കൊണ്ട് നിലവറ തുറന്ന് എല്ലാം ഉണ്ടോന്നൊന്ന് നോക്ക്. അയ്യപ്പൻ വാവരോട്, വാവരെ, ജ്യേഷ്ഠൻ പറഞ്ഞത് എത്ര ശരിയാ. എത്ര ദാരിദ്ര്യം വന്നാലും ആരെയും കട്ടിളപ്പടി ചുരണ്ടി തിന്നുമോ? കഷ്ടം കഷ്ടം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച